ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ 10th ലെവൽ പ്രിലിമിനറി എക്സാമിൻ്റെ സിലബസ് അനുസരിച്ചിട്ടുള്ള ക്ലാസ്സുകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്സിൻ്റെയും GKയുടെയും എല്ലാ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്കൽ സയൻസിൽ വരുന്ന പ്രകാശം എന്ന് പറയുന്ന ഭാഗമാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. പ്രകാശത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഒപ്റ്റിക്സ്. എന്താണ്? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന്റെ ഏറ്റവും അടിസ്ഥാന കണം എന്ന് പറയുന്നത് ഫോട്ടോൺ ആണ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോൺ ആണ്. പ്രകാശത്തിന് സഞ്ചരിക്കാനായിട്ട് പ്രത്യേകിച്ച് മാധ്യമത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഓക്കെ, പ്രകാശം സഞ്ചരിക്കാൻ എന്താണ്? ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മാധ്യമമൊന്നും ആവശ്യമില്ല. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് എന്തെന്ന് പറയുന്നത്? പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത്. പ്രകാശത്തിന്റെ വേഗത എത്രയാണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത. പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല? ഒരു മാധ്യമം ആവശ്യമില്ല. ഈ പ്രകാശം ഏറ്റവും വേഗത്തിൽ അല്ലെങ്കിൽ പരമാവധി വേഗത്തിൽ സ്പീഡിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? ശൂന്യതയിലൂടെയാണ്. പ്രകാശത്തിന്റെ പരമാവധി വേഗത എന്ന് പറയുന്നത് ശൂന്യതയിലൂടെയാണ്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ, അതായത് പ്രകാശത്തിന്റെ വേഗത പരമാവധി വേഗത ശൂന്യതയിലൂടെയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫുക്കാൾട്ട്. ആരാണ്? ലിയോൺ ഫുക്കാൾട്ട് ആണ് പ്രകാശത്തിന്റെ പരമാവധി വേഗത ഏതിലൂടെയാണ്? ശൂന്യതയിലൂടെയാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ഓക്കെ ആണല്ലോ. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണം എന്ന് പറയുന്നത് എന്താണ്? ഫോട്ടോൺ ആണ്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ പ്രത്യേകമായ ഒരു മാധ്യമത്തിന്റെ ആവശ്യമില്ല. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി പ്രകാശം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത് എന്താണ്? ശൂന്യതയാണ്. ശൂന്യതയിലൂടെയാണ് പ്രകാശം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നത്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫുക്കാൾട്ട്. ലിയോൺ ഫുക്കാൾട്ട് ആണ് പ്രകാശം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണ് എന്ന് കണ്ടെത്തിയത്. ഓക്കെ, അപ്പൊ പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലൂടെയാണ്. അപ്പൊ ഏറ്റവും കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത് ഏതിലൂടെയാണ്? വജ്രമാണ്. ഓക്കെ, ഏറ്റവും കുറഞ്ഞ വേഗത, പ്രകാശത്തിന്റെ ഏറ്റവും കുറഞ്ഞ വേഗത ഏത് വസ്തുവിലാണ്? വജ്രത്തിലാണ്. ഓക്കെ, ഇനി ഏറ്റവും ഉയർന്ന സാന്ദ്രത കാണിക്കുന്നത് ഏതിലാണ്? വജ്രത്തിൽ തന്നെയാണ്. സാന്ദ്രത എന്ന് വെച്ചാൽ പ്രകാശം ഒരു മാധ്യമത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രകാശത്തിന്റെ വേഗത, ആ മാധ്യമം എങ്ങനെയാണ് ആ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്നത് എന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സാന്ദ്രത എന്ന് പറയുന്നത്. അപ്പോൾ ഉയർന്ന സാന്ദ്രത കാണിക്കുന്നത് വജ്രത്തിലാണ്. ഏറ്റവും കുറഞ്ഞ വേഗത വജ്രത്തിലാണ്. ഉയർന്ന സാന്ദ്രത കാണിക്കുന്നതും ഏതിലാണ്? വജ്രത്തിലാണ്. ഓക്കെ ആണല്ലോ. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ദെൻ പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് റോമർ. ക്രിസ്ത്യൻ റോമർ എന്ന് പറയും. ക്രിസ്ത്യൻ റോമറാണ് എന്ത് കണ്ടെത്തിയത്? പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയത്. ഇനി പ്രകാശത്തിന്റെ വേഗത, കൃത്യമായ വേഗത കണ്ടെത്തിയതെന്ന് ചോദിച്ചാൽ ആരാണ്? ആൻസർ മാറും. അത് കണ്ടെത്തിയത് ആരാണ്? മെക്കാൽസൺ ആണ്. ഓക്കെ, മെക്കൽസൺ. ആൽബർട്ട് എ മെക്കൽസൺ ആണ് എന്ത് കണ്ടെത്തിയത്? പ്രകാശത്തിന്റെ കൃത്യമായ വേഗത കണ്ടെത്തിയത്. പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ റോമറാണ്. ക്രിസ്ത്യൻ റോമറാണ്. പ്രകാശത്തിന്റെ കൃത്യമായ വേഗത കണ്ടെത്തിയ ആളാരാണ്? ആൽബർട്ട് എ മെക്കൽസൺ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയത് ക്രിസ്ത്യൻ റോമറാണ്. റോമറാണ് പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയത്. കൃത്യമായ വേഗത കണ്ടെത്തിയത് ആരാണ്? ആൽബർട്ട് എ മെക്കൽസൺ ആണ്. ഇനി പ്രകാശത്തിന്റെ ഏറ്റവും ചെറിയ കണമാണ് എന്ത്? ഫോട്ടോൺ എന്ന് പറഞ്ഞു. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമുണ്ട്. അതിനെയാണ് ടാക്കിയോണുകൾ എന്ന് പറയുന്നത്. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമാണ് ടാക്കിയോണുകൾ. ഈ ടാക്കിയോൺ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് ECG സുദർശൻ. ആരാണ്? ECG സുദർശനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്ന പേരാണ് ഒപ്റ്റിക്സ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് ആണ്. പ്രകാശത്തിന്റെ അടിസ്ഥാന കണമാണ് എന്ത്? ഫോട്ടോൺ. പ്രകാശത്തിന്റെ
അടിസ്ഥാന കണം അറിയപ്പെടുന്നതാണ് ഫോട്ടോൺ എന്ന് പറയുന്നത്. പ്രകാശത്തിന് സഞ്ചരിക്കാൻ എന്താവശ്യമില്ല? പ്രത്യേകമായിട്ടൊരു മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല. പ്രകാശത്തിന്റെ വേഗത എന്ന് പറയുന്നത് 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. 3 × 10⁸ മീറ്റർ/സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ വേഗത. പ്രകാശം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമമാണ് എന്ത്? ശൂന്യത. പ്രകാശം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം ശൂന്യത. ശൂന്യതയിലൂടെയാണ് പ്രകാശം പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നത്. അത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ആര്? ലിയോൺ ഫുക്കാൾട്ട്. ലിയോൺ ഫുക്കാൾട്ട് ആണ് പ്രകാശത്തിന്റെ പരമാവധി വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. ദെൻ കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്തിലൂടെയാണ്? വജ്രത്തിലൂടെയാണ്. വജ്രമാണ് കുറഞ്ഞ വേഗതയിൽ സഞ്ചരിക്കുന്ന മാധ്യമം എന്ന് പറയുന്നത്. ദെൻ ഉയർന്ന സാന്ദ്രത അനുഭവപ്പെടുന്നതും ഏതിൽ തന്നെയാണ്? വജ്രത്തിൽ തന്നെയാണ്. ഉയർന്ന സാന്ദ്രത. സാന്ദ്രത എന്താണെന്ന് നമ്മൾ പറഞ്ഞു. വേഗത കണ്ടെത്തിയത്. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? റോമർ ആണ്. ക്രിസ്ത്യൻ റോമർ ആണ് പ്രകാശത്തിന്റെ വേഗത കണ്ടെത്തിയത്. എന്നാൽ കൃത്യമായ വേഗത കണ്ടെത്തിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ആൽബർട്ട് എ മെക്കൽസൺ ആണ്. മെക്കൽസൺ എന്ന് പഠിച്ചു വെച്ചാലും മതി. മെക്കൽസൺ ആണ് പ്രകാശത്തിന്റെ കൃത്യമായ വേഗത കണ്ടെത്തിയത്. ഇനി പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന എന്തുണ്ടെന്ന് പറഞ്ഞു? കണമുണ്ട് അല്ലെ. അതിന് പറയുന്ന പേരാണ് എന്ത്? ടാക്കിയോണുകൾ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കപ്പെടുന്ന കണങ്ങളാണ് ടാക്കിയോണുകൾ. ടാക്കിയോണുകൾ കണ്ടുപിടിച്ചത് ആരാണ്? ECG സുദർശനാണ്. ECG സുദർശനാണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണമുണ്ട്, അവ ടാക്കിയോണുകളാണ് എന്ന് കണ്ടെത്തിയത് ആരാണ്? ECG സുദർശനാണ്. ഓക്കെ ആണല്ലോ. ഇനി പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്. എന്താണ്? പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്. അനുപ്രസ്ഥ തരംഗം എന്ന് പറയുമ്പോൾ പ്രകാശം സഞ്ചരിക്കുന്നത് ഇങ്ങനെ തരംഗ രൂപത്തിലാണ്. ഓക്കെ, തരംഗ രൂപത്തിലാണ് എന്ത് സഞ്ചരിക്കുന്നത്? പ്രകാശം സഞ്ചരിക്കുന്നത്. ഇങ്ങനെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ അതിന് പാരലലായിട്ട്, ഓക്കെ, സമാന്തരമായിട്ട് ആര് സഞ്ചരിക്കുന്നു? പ്രകാശത്തിലെ കണങ്ങൾ സഞ്ചരിക്കുന്നുവെങ്കിൽ അങ്ങനെയുള്ള എന്താണ്? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പ്രകാശം ഇങ്ങനെ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിടെയുള്ള പാർട്ടിക്കിൾസും എങ്ങനെ സഞ്ചരിക്കുന്നു? അതിന് സമാന്തരമായി തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്ത് പറയും? പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എന്നാണ് പറയുന്നത്. ഇനി അല്ലാത്ത കേസ് എന്താണ്? അപ്പൊ ലംബമായിട്ടാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, പാർട്ടിക്കിൾസ് എങ്ങനെ ലംബമായി സഞ്ചരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളതിനെയാണ് എന്തെന്ന് പറയുന്നത്? അനുദൈർഘ്യ തരംഗം എന്ന് പറയുന്നത്. അനുദൈർഘ്യ തരംഗം. അത് നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നുണ്ട് ശബ്ദം പഠിക്കുമ്പോൾ. അപ്പൊ പറഞ്ഞു തരാം. ഓക്കെ ആണല്ലോ. അപ്പൊ അനുപ്രസ്ഥ തരംഗമാണ് എന്ത്? അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത് പ്രകാശം ഇങ്ങനെ സഞ്ചരിക്കുവാണ്, തരംഗ രൂപത്തിൽ സഞ്ചരിക്കുമ്പോൾ പാർട്ടിക്കിൾസ് എങ്ങനെ സഞ്ചരിക്കുന്നു? സമാന്തരമായിട്ട്. ഓക്കെ, അതിന് സമാന്തരമായിട്ട് ഇങ്ങനെ നേരെ സഞ്ചരിക്കുകയാണെങ്കിൽ അതിനെയാണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്. ലംബമായിട്ടാണെങ്കിൽ എന്താണ് പറഞ്ഞത്? അനുദൈർഘ്യ തരംഗമാണ്. അപ്പൊ പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്. ഓക്കെ ആണല്ലോ. ആ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ദെൻ ഇങ്ങനെ തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. ഈ തരംഗ രൂപത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇതും തമ്മിലുള്ള ഈ ഡിഫറൻസ്, ഇതിനെ പറയുന്ന പേരാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, തരംഗ ദൈർഘ്യം. ഓരോ നിറങ്ങൾക്കും എന്തുണ്ട്? തരംഗ ദൈർഘ്യമുണ്ട്. നമ്മൾ പറഞ്ഞു ദൃശ്യപ്രകാശം നമുക്കറിയാം എന്താണ്? വിബ്ജിയോർ അല്ലെ. വിബ്ജിയോർ എന്നുള്ളതാണ് എന്ത്? ദൃശ്യപ്രകാശം എന്ന് പറയുന്നത്. ഇതിലെ ഓരോ നിറങ്ങൾക്കും എന്തുണ്ട്? തരംഗ ദൈർഘ്യമുണ്ട്. ഈ തരംഗ ദൈർഘ്യം കൂടുതൽ, അതുപോലെ ആവൃത്തി, ഓക്കെ, ആവൃത്തിയൊക്കെ കാണാറുണ്ട്. തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി എന്ത് ചെയ്യും? കുറയുകയാണോ കൂടുകയാണോ എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ എന്താണ് തരംഗ ദൈർഘ്യം എന്നുള്ളത് മനസ്സിലായില്ലേ? ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഈ അകലമാണ് എന്ത്? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. ഓക്കെ, തരംഗ ദൈർഘ്യം ലാംഡയാണ്. തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് എന്താണ്? ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരമാണ് തരംഗ ദൈർഘ്യം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഓരോ നിറങ്ങൾക്കും തരംഗ ദൈർഘ്യം എങ്ങനെയാണ്? തരംഗ ദൈർഘ്യം ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കൂടുകയാണ് ചെയ്യുക. ഇനി ആവൃത്തി കൂടി പറയാം. ഒരു സെക്കൻഡിൽ ഒരു പോയിന്റിലൂടെ എത്ര പ്രകാശ തരംഗങ്ങൾ കടന്നു പോയി എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത്? ആവൃത്തി എന്ന് പറയുന്നത്. അപ്പോൾ തരംഗ ദൈർഘ്യവും ആവൃത്തിയും എങ്ങനെയാണ് പറയുന്നത്? തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് നോക്കാം. ഇപ്പൊ വിബ്ജിയോർ എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ തരംഗ ദൈർഘ്യം കൂടി കൂടി വരുവാണ് ചെയ്യുന്നത്. ഓക്കെ, ഇങ്ങനെ വയലറ്റിൽ ഏറ്റവും കുറവായിരിക്കും, ദെൻ ഇൻഡിഗോയിൽ എത്തുമ്പോഴേക്കും കുറച്ച് കൂടി, ദെൻ ബ്ലൂവിൽ എത്തുമ്പോഴേക്കും കുറച്ചുകൂടെ കൂടി, ഗ്രീനിൽ എത്തുമ്പോഴേക്കും കൂടി, വയലറ്റിൽ കൂടി, ഇങ്ങനെ 6, റെഡിൽ എത്തുമ്പോഴേക്കും എന്താണ്? അപ്പൊ ഇവിടെ റെഡ് ആണ്
ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടുന്ന് തരംഗ ദൈർഘ്യമാണ് കേട്ടോ. തരംഗ ദൈർഘ്യം ഇങ്ങനെ പോകുന്തോറും എന്താണ് കൂടിയിട്ടാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് എവിടെയാണ്? വയലറ്റിലാണ്. പിന്നെ അങ്ങോട്ട് പോകെ കൂടിപ്പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കും? ചുവപ്പിനായിരിക്കും അല്ലെ, റെഡിനാണ് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത്. ഇനി ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യം റെഡിനാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? ആവൃത്തിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കുറവ് റെഡിനാണ്. അപ്പോൾ ഇവിടെ ഏറ്റവും കുറവാണ്. ദെൻ ഓറഞ്ചിന് പിന്നെ കൂടി വയലറ്റിൽ എത്തുമ്പോഴേക്കും ഏറ്റവും കൂടുതൽ ആവൃത്തി ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? വയലറ്റിനാണ്. അപ്പോൾ ഇവിടെ ആവൃത്തി ഓക്കെ, ആവൃത്തി ഇങ്ങോട്ട് വരുമ്പോൾ കൂടി വരുന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് തരംഗ ദൈർഘ്യം അങ്ങോട്ടാണ് കൂടി പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഡയറക്ഷൻ ഒന്ന് പഠിച്ചു വെക്കുക. അപ്പോൾ തരംഗ ദൈർഘ്യം ഏറ്റവും കുറവിൽ നിന്ന് കൂടുതലോട്ടാണ് അങ്ങോട്ട്. അപ്പോൾ ഏറ്റവും കുറവ് തരംഗ ദൈർഘ്യമുള്ളത് ആർക്കാണ്? ഇപ്പം ഇങ്ങനെ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഏറ്റവും കുറവ് തരംഗ ദൈർഘ്യം വയലറ്റിനാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആവൃത്തി ആർക്കാണ്? ആവൃത്തി ഇങ്ങോട്ടാണല്ലേ കൂടി വരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവൃത്തി ആർക്കാണ്? വയലറ്റിനാണ്. തരംഗ ദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനാണ്. ആവൃത്തി ഏറ്റവും കൂടുതൽ ആർക്കാണ്? വയലറ്റിന് തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു പോയിന്റ് കൂടെ കിട്ടി. എന്ത്? തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി എന്ത് ചെയ്യും? കുറയും അല്ലേ. തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ തരംഗ ദൈർഘ്യം കൂടി പോവുകയാണ്. അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ആവൃത്തി കുറഞ്ഞു വരികയാണ്. അപ്പോൾ തരംഗ ദൈർഘ്യം കൂടുമ്പോൾ ആവൃത്തി എന്ത് ചെയ്യും? കുറയുകയാണ് ചെയ്യുക. ഓക്കെ ആണല്ലോ. അപ്പോൾ വയലറ്റിന് ഏറ്റവും കൂടുതൽ തരംഗ ദൈർഘ്യമുള്ളത് വയലറ്റിനാണ്. ആവൃത്തി ഏറ്റവും കൂടുതലുള്ളത് വയലറ്റിനാണ്. തരംഗ ദൈർഘ്യം ഏറ്റവും കുറവ് ആർക്കാണ്? തരംഗ ദൈർഘ്യം ഏറ്റവും കുറവ് വയലറ്റിനാണെന്ന് പറഞ്ഞു. ആവൃത്തി ഏറ്റവും കുറവ് ആർക്കാണ്? ചുവപ്പിനാണ് അല്ലെ. ആവൃത്തി ഏറ്റവും കുറവ് ചുവപ്പിനാണ്. ഏറ്റവും കൂടുതൽ ആർക്കാണ്? വയലറ്റിനാണ്. അപ്പോൾ ഈ ഡയറക്ഷൻ ഒന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ തരംഗ ദൈർഘ്യത്തിന്റെ കാര്യം ഒന്ന് ഓർത്തിരിക്കുക. ഇനി പ്രകാശം ഭൂമിയിൽ നിന്നല്ല, സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം എന്ന് പറയുന്നത് 8 മിനിറ്റ് 20 സെക്കൻഡ് ആണ്. ഓക്കെ, സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് പ്രകാശം എത്താൻ വേണ്ട സമയം എന്ന് പറയുന്നത് 8 മിനിറ്റും 20 സെക്കൻഡ്. അത് സെക്കൻഡിലോട്ട് മാറ്റിയാൽ 8 × 6 48, 480 20 500 സെക്കൻഡ്. ഓക്കെ, 8 മിനിറ്റും 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് ഏതാണോ ഓപ്ഷനിലുള്ളത് അതിനനുസരിച്ചിട്ട് എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയമാണ് 8 മിനിറ്റ് 20 സെക്കൻഡ്. അതേസമയം ചന്ദ്രനിൽ നിന്നും ഭൂമിയിലോട്ട് പ്രകാശം എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡ് ആണ്. ഓക്കെ, 1.3 സെക്കൻഡ് ആണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലോട്ട് പ്രകാശം എത്താൻ വേണ്ടതിൻ്റെ അത്ര സമയം വേണ്ട ചന്ദ്രനിൽ നിന്നും ഭൂമിയിലോട്ട് പ്രകാശം എത്താനായിട്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചന്ദ്രനിൽ നിന്നും ഭൂമിയിലോട്ട് പ്രകാശം എത്താൻ വേണ്ട സമയം 1.3 സെക്കൻഡും സൂര്യനിൽ നിന്ന് എത്താൻ വേണ്ട സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അല്ലെങ്കിൽ 500 സെക്കൻഡ് സമയമാണ്. ഓക്കെ ആണല്ലോ. ആ കാര്യം കൂടെ ഒന്ന് ഓർത്തിരിക്കുക. ദെൻ നമ്മളിവിടെ തരംഗ ദൈർഘ്യം പറഞ്ഞു അല്ലേ. തരംഗ ദൈർഘ്യത്തിൻ്റെയും ആവൃത്തിയുടെയും യൂണിറ്റുകൾ കൂടെ പഠിച്ചിരിക്കണം. തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആണ് ആങ്സ്ട്രം. ഇങ്ങനെ എഴുതിയാൽ എന്താണ് അർത്ഥം? ആങ്സ്ട്രം ആണ്. ആങ്സ്ട്രം, മീറ്റർ, നാനോമീറ്റർ ഈ മൂന്നും പഠിച്ചിരിക്കുക. ഏതാണ് ഓപ്ഷനിലുള്ളത് എന്നുള്ളത് നോക്കിയിട്ട് എടുക്കുക. ഓക്കെ ആണല്ലോ. ആങ്സ്ട്രം, മീറ്റർ, നാനോമീറ്റർ മൂന്നും തരും. മൂന്നും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? മീറ്റർ ആണ് എടുക്കേണ്ടത്. ഓക്കെ, തരംഗ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. ലെങ്ത് ആയതുകൊണ്ട് നമുക്ക് എന്താണ്? അതിൻ്റെ യൂണിറ്റ് മീറ്റർ ആയിട്ടാണ്. അപ്പോൾ മൂന്നും ഓപ്ഷനിൽ തന്നാൽ മീറ്റർ എന്ന് എഴുതുക ആൻസർ. ഇല്ല ഏതെങ്കിലും ഒരെണ്ണമാണ് തന്നിട്ടുള്ളെങ്കിൽ ഇതിൽ ഏതാണെന്ന് നോക്കിയിട്ട് ആൻസർ എഴുതുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ആങ്സ്ട്രം എന്ന് പറയുന്നത് തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആണ്. ആങ്സ്ട്രം, മീറ്റർ, നാനോമീറ്റർ. ഇനി ആവൃത്തി പറഞ്ഞു അല്ലെ. നമ്മൾ ആവൃത്തി പറഞ്ഞു. ആവൃത്തിയുടെ യൂണിറ്റ് ആണ് ഹെഡ്സ്. എന്താണ് ആവൃത്തിയുടെ യൂണിറ്റ്? ഹെഡ്സ് ആണ്. തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആങ്സ്ട്രം, മീറ്റർ, നാനോമീറ്റർ 3 യൂണിറ്റും പഠിച്ചിരിക്കണം. ആവൃത്തിയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഏതാണ്? ഹെഡ്സ്. ഹെഡ്സ് ആണ്. HZ എന്നാണ് കാണിക്കുക. ഹെഡ്സ്. ഓക്കെ ആണല്ലോ. ദെൻ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്താണ്? കാൻഡില. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ് കാൻഡില എന്ന് പറയുന്നത്. ഇനി 3 ശാസ്ത്രജ്ഞന്മാരെ കുറിച്ച് കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. നമ്മൾ ഫസ്റ്റ് കുറച്ച് പേരെ പഠിച്ചു. ഇതും അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. തരംഗ സിദ്ധാന്തം, പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ക്രിസ്റ്റ്യൻ ഹൈജൻസ്.
തരംഗ സിദ്ധാന്തം, ഹൈജൻസ് അല്ലെങ്കിൽ ഹൈഗൻസ് എന്നൊക്കെ കാണാറുണ്ട്. ക്രിസ്റ്റ്യൻ ഹൈഗൻസ് അല്ലെങ്കിൽ ക്രിസ്റ്റ്യൻ ഹൈജൻസ് എന്ന് കണ്ടാൽ എന്താണ്? തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ്. ദെൻ വൈദ്യുത കാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ മാക്സ്വെൽ ആണ്. വൈദ്യുത കാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ്വെൽ ആണ്. പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം കണ്ടുപിടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ മാറി. ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഹെൻറിച്ച് ഹെഡ്സ് ആണ് പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം കണ്ടുപിടിച്ചത്. വൈദ്യുത കാന്തിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? മാക്സ്വെൽ ആണ്. പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം കണ്ടുപിടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ ആരാണ്? ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഓക്കെ ആണല്ലോ. ഇതിന് ഒരാളെയും കൂടെ പഠിച്ചിരിക്കുക. ക്വാണ്ടം സിദ്ധാന്തം എന്താണ്? ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തം ആവിഷ്കരിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കുക. എന്തൊക്കെയാണ്? പ്രകാശം എന്ന് പറയുന്നത് ഒരു അനുപ്രസ്ഥ തരംഗമാണ്. അനുപ്രസ്ഥ തരംഗം എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. സൂര്യനിലെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡ് സമയമാണ്. അതുപോലെ ചന്ദ്രനിലെ പ്രകാശം ഭൂമിയിലെത്താൻ വേണ്ട സമയമാണ് 1.3 സെക്കൻഡ്. ദെൻ എന്താണ്? പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അളക്കാനുള്ള യൂണിറ്റ് നമ്മൾ പറഞ്ഞു ആങ്സ്ട്രം, മീറ്റർ, നാനോമീറ്റർ. മൂന്നും പഠിച്ചിരിക്കണം. ആവൃത്തിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ്. പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണ് കാൻഡില. ദെൻ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. ഹൈജൻസ്. വൈദ്യുത കാന്തിക സിദ്ധാന്തം മാക്സ്വെൽ ആണ്. ദെൻ പ്രകാശത്തിന്റെ വൈദ്യുത കാന്തിക സ്വഭാവം കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ദെൻ ക്വാണ്ടം സിദ്ധാന്തം കണ്ടെത്തിയത് ആരാണ്? മാക്സ് പ്ലാങ്ക് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്ത്? പ്രകാശത്തെക്കുറിച്ച് ബേസിക് ആയിട്ട് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് എന്താണ്? പ്രകാശത്തിൻ്റെ പ്രതിഭാസങ്ങൾ പഠിക്കാനുണ്ട്. പ്രകാശ പ്രതിഭാസങ്ങൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.